ഇന്ന് ഞങ്ങൾക്ക് ചെറുതായിട്ടൊരു ഫംഗ്ഷൻ ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോകാൻ നിൽക്കുകയാണ്. അപ്പോൾ ഇത് ഇപ്രാവശ്യത്തെ ഓണത്തിന് അച്ഛനെ എടുത്തുന്ന ചുരിദാറാണ്. അപ്പോൾ ഞാനത് ആദ്യമായിട്ട് ഇടുകയാണ്. അപ്പോൾ അതൊക്കെ എങ്ങനെ ഉണ്ടെന്നൊക്കെ നോക്കി നിൽക്കുകയാണ് അവിടെ. അപ്പോൾ പ്രോഗ്രാം നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഏട്ടൻ്റെ ഫ്രണ്ടിൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ നമുക്ക് റിസപ്ഷനാണ് വെച്ചിട്ടുള്ളത്. തേൾപ്പാറ ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടുണ്ട് പരിപാടി നടക്കുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയതാ അവരുടെ കൂടെ ഒരു ഫോട്ടോസൊക്കെ എടുത്തിട്ട് വേഗം അവിടെ നിന്ന് ഇറങ്ങി നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ. ബീഫ് ബിരിയാണിയും ചിക്കൻ മന്തിയായിരുന്നു. എനിക്കും മക്കൾക്കും ബീഫ് പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ പിന്നെ മന്തി കഴിക്കാൻ നിന്നതേ. അങ്ങനെ ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോണ വഴി പെട്ടെന്നുണ്ടായ പ്ലാനിങ് കേട്ടോ. ഒരുപാട് നാളായി നമ്മൾ TK കോളനിക്ക് പോയിട്ട്. സത്യം പറഞ്ഞാൽ ആനിമൂളുണ്ടായിട്ട് അങ്ങനെ പോയിട്ട് തന്നെ അല്ല കേട്ടോ. അതിന് മുന്നേ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോയിട്ടും ജോലി കഴിഞ്ഞ് വന്നാൽ പിന്നെ നമുക്കൊന്ന് കറങ്ങി വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കറങ്ങാൻ പോണ സ്ഥലമാണ് കേട്ടോ TK കോളനി. ഇവിടെ ഒരുപാട് റിസോർട്ടുകളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങളിങ്ങനെ പോകുമ്പോഴൊക്കെ ദേവട്ടം പറയും നമുക്കൊരു ദിവസം ഇവിടെ നിൽക്കണം എന്നൊക്കെ കേട്ടോ. പക്ഷെ അത് ഇതുവരെ നടന്നിട്ടില്ലേ. ഏട്ടനൊരു ദിവസം ഏട്ടൻ്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇവിടെ നിലമ്പ് റിസോർട്ടിലേക്ക് ഒരു ദിവസം വന്നിട്ടുണ്ടേ. അപ്പം ഞങ്ങളിങ്ങനെ പോയപ്പോൾ ഏട്ടൻ പറയുന്നത് ഞങ്ങൾ താമസിച്ചിരുന്ന റിസോർട്ട് നിട്ടോ. അങ്ങനെ അന്നത്തെ വിശേഷങ്ങൾ പറഞ്ഞ് നമ്മളിതാ നമ്മുടെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇതാണ് TK കോളനി. 2 ദിവസമായിട്ട് നല്ല മഴയായിട്ട് പുഴയിലൊക്കെ നല്ല വെള്ളം വന്നിട്ടുണ്ട്. അതിൻ്റെ സൗണ്ടാണ് കേട്ടോ കേൾക്കുന്നത്. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും TK കോളനിക്ക് എത്തിയപ്പോൾ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ പുഴയ്ക്ക് ഇറങ്ങാനുള്ള സൗകര്യങ്ങളൊന്നും ഇട്ടില്ല. കുറച്ച് താഴത്തേക്കാണ് കേട്ടുള്ളത്. അങ്ങനെ അവിടെ കുറച്ച് നേരം നിന്നിട്ട് നമ്മളിതാ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് പോണ വഴിയാണ് ദേവൂട്ടൻ്റെ സ്കൂൾ. അപ്പോൾ അതൊക്കെ ഞങ്ങളിങ്ങനെ ആനിമുക്ക് കാണിച്ചു വെക്കുന്നതാണ് ഏട്ടൻ്റെ സ്കൂൾ എന്നൊക്കെ പറഞ്ഞാണ്ട്. പിന്നെ ഈ പോക്കിൽ ചെറിയൊരു നൊസ്റ്റവും കൂടി ഉണ്ട്. അന്ന് ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പോകുന്നൊക്കെ പറയാറില്ലേ. അന്ന് ഞങ്ങൾ സ്ഥിരമായിട്ട് കയറുന്ന ഒരു കടയാണ് കേട്ടോ ഇത്. പക്ഷേ ഇന്ന് ഞങ്ങൾ വന്നപ്പോഴേക്കും അത് അടച്ചിട്ടുണ്ട്. ഇതൊരു കാക്കാൻ്റെ കടയാണ്. അപ്പോൾ ഈ കടയിനോട് ചേർന്ന് നിൽക്കുന്ന വീട് തന്നെയാണ് അവരുടെ വീട്. പണ്ട് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ കിട്ടുന്ന മിഠായികളൊക്കെ അവിടെ ഉണ്ട്. അതാ ഞാൻ നൊസ്റ്റു എന്ന് പറഞ്ഞത്. അപ്പോൾ ആ കടയിൽ അവിടുത്തെ മിഠായികളൊക്കെ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. പക്ഷേ ഇന്ന് എനിക്ക് ആ ആഗ്രഹം സാധിക്കാൻ പറ്റില്ല. അതിലൊരുപാട് സങ്കടമായേ. അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മൾ TK കോളനിയെ കണ്ട് തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണേ. അപ്പോൾ ഞങ്ങൾ പോണ വഴി ആഞ്ഞമോള് പറയും നമുക്ക് അച്ഛമ്മേൻ്റെ വീട്ടിലേക്ക് പോകാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കണേ. അപ്പോൾ അതിനിടയ്ക്കാണ് നമ്മൾ വീട്ടിലേക്ക് തിരിഞ്ഞത്. അപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമായിട്ട് അവളുടെ കറിയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയുള്ളൂ. മറ്റേ വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബായ്.